എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2017 ഡിസംബറിൽ നടന്ന കേടെറ്റ് കാറ്റഗറി 2 പരീക്ഷയുടെ സൈക്കോളജിയാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ബ്രെയിൻ സ്റ്റോമിംഗ് സംബന്ധിച്ച് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ബ്രെയിൻ സ്റ്റോമിംഗ് സംബന്ധിച്ച് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? Which of the following statements regarding brainstorming is not true? A. ഇത് ഒരു പ്രശ്നാധിഷ്ഠിത രീതിയാണ്. This is a problem-centered method. B. ഒരു പ്രശ്നം സംബന്ധിച്ച എല്ലാത്തരം വീക്ഷണങ്ങളും സ്വാഗതം ചെയ്യപ്പെടുന്നു. All types of views of students regarding a problem is welcomed. C. വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പ്രകടനം വിലയിരുത്തുന്നു. ഇൻഡിവിജ്വൽ ഇവാലുവേഷൻ ഓഫ് ദി സ്റ്റുഡൻസ് പെർഫോമൻസ് ഈസ് പോസിബിൾ. ഡി. വിദ്യാർത്ഥികളുടെ ഭാവനാശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. ഇമാജിനേറ്റീവ് പവർ ഓഫ് ദി സ്റ്റുഡൻസ് ക്യാൻ ബി ഡെവലപ്ഡ്. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ് പറയേണ്ടത്. അത് ഓപ്ഷൻ സി ആണ്. വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പ്രകടനം വിലയിരുത്തപ്പെടുന്നു. ഇൻഡിവിജ്വൽ ഇവാലുവേഷൻ ഓഫ് ദി സ്റ്റുഡൻസ് പെർഫോമൻസ് ഈസ് പോസിബിൾ. അതാണ് ഈ ചോദ്യത്തിന് ഉത്തരം, ഓപ്ഷൻ സി. ചോദ്യം 2. പ്രബലനം എന്ന ആശയം പഠന തത്വങ്ങളോട് ചേർത്ത് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? പ്രബലനം എന്ന ആശയം പഠന തത്വങ്ങളോട് ചേർത്ത് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? The psychologist who added the concept of reinforcement to learning theory. A. Watson. B. Pavlov. C. Skinner. D. Kohler. Answer C ആണ്, സ്കിന്നർ. 3. പരിഹാരബോധനത്തിനായി കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കാവുന്ന ടെസ്റ്റ്. പരിഹാരബോധനത്തിനായി കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കാവുന്ന ടെസ്റ്റ് ഏതാണ്? എ ടെസ്റ്റ് വിച്ച് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ദ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഓഫ് ചിൽഡ്രൻ സോ ആസ് ടു ഫോളോ റെമഡിയൽ മെഷേഴ്സ് ഈസ് കോൾഡ്. എ. പഠന നേട്ടം അളക്കാനുള്ള ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്. ബി. നിദാന ശോധകം, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. സി. ബുദ്ധിമാപിനി, ഇന്റലിജൻസ് ടെസ്റ്റ്. ഡി. മാനകീകൃത ശോധകം, സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, നിദാന ശോധകം അഥവാ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ചോദ്യം 4. പ്രതിഭാധനനായ കുട്ടിക്ക് നിർദ്ദേശിച്ചിട്ടില്ലാത്ത രീതി ഏതാണ്? പ്രതിഭാധനനായ കുട്ടിക്ക് നിർദ്ദേശിച്ചിട്ടില്ലാത്ത രീതി ഏതാണ്? വിച്ച് മെത്തേഡ് ഈസ് നോട്ട് സജസ്റ്റഡ് ഫോർ ദി ഗിഫ്റ്റഡ്? എ. ത്വരിത പഠനം, ആക്സലറേറ്റഡ് ലേണിംഗ്. ബി. അനുകൂലനം നടത്തിയ പാഠ്യപദ്ധതി, കരിക്കുലം അഡാപ്റ്റേഷൻ. സി. കഴിവിനൊത്ത വർഗീകരണം, എബിലിറ്റി ഗ്രൂപ്പിംഗ്. ഡി. പരിഹാരബോധനം, റെമഡിയൽ ടീച്ചിങ്. ഇതിൽ ഗിഫ്റ്റഡ് ചിൽഡ്രൻ അഥവാ പ്രതിഭാധനനായ കുട്ടിക്ക് നിർദ്ദേശിച്ചിട്ടില്ലാത്തത് ഡി ആണ്, പരിഹാരബോധനം അല്ലെങ്കിൽ റെമഡിയൽ ടീച്ചിങ്. ചോദ്യം 5. നേടാനുള്ള അഭിപ്രേരണ കുട്ടികളിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? നേടാനുള്ള അഭിപ്രേരണ കുട്ടികളിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? Achievement motivation in a child can best be developed by A. കുട്ടിക്ക് യാഥാർത്ഥ്യാധിഷ്ഠിത ലക്ഷ്യം നിർണയിച്ചു കൊടുക്കുക, സെറ്റിംഗ് എ റിയലിസ്റ്റിക് ഗോൾ ഫോർ ദ ചൈൽഡ്. ബി. ഗൈഡൻസ് നൽകുക, ഗിവിംഗ് ഗൈഡൻസ്. സി. അഭിപ്രേരണാ സിദ്ധാന്തങ്ങൾ വിശദീകരിക്കുക, എക്സ്പ്ലെയിനിങ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ. ഡി. ഇടയ്ക്കിടെ പഠന നേട്ടം സംബന്ധിച്ച പരീക്ഷകൾ നടത്തുക, ഗിവിംഗ് ഫ്രീക്വന്റ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. ആൻസർ
ഓപ്ഷൻ എ ആണ്. കുട്ടിക്ക് യാഥാർത്ഥ്യാധിഷ്ഠിത ലക്ഷ്യം നിർണയിച്ചു കൊടുക്കുക. സെറ്റിംഗ് എ റിയലിസ്റ്റിക് ഗോൾ ഫോർ ദി ചൈൽഡ്. അപ്പോൾ നേടാനുള്ള അഭിപ്രേരണ കുട്ടികളിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായത് അതാണ്. ചോദ്യം 6. ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള അടുപ്പം, അനിഷ്ടം, മറ്റ് വ്യക്തിബന്ധങ്ങൾ എന്നിവ പഠിക്കാൻ അനുയോജ്യമായ മനഃശാസ്ത്ര രീതി ഏതാണ്? ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള അടുപ്പം, അനിഷ്ടം, മറ്റ് വ്യക്തിബന്ധങ്ങൾ എന്നിവ പഠിക്കാൻ അനുയോജ്യമായ മനഃശാസ്ത്ര രീതി ഏതാണ്? ദ സൈക്കോളജിക്കൽ ടെക്നിക് suitable to assess intimacy, dislike and interpersonal relationship among members of a group is A. പ്രക്ഷേപണ രീതി projective technique, B. സാമൂഹിക മിതി sociometric technique, C. നിരീക്ഷണ രീതി observation, D. field study. ആൻസർ ബി ആണ്, സാമൂഹിക മിതി സോഷ്യോമെട്രിക് ടെക്നിക്. ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് പഠിക്കാൻ അനുയോജ്യമായ മനഃശാസ്ത്ര രീതിയാണ് സോഷ്യോമെട്രിക് ടെക്നിക് അഥവാ സാമൂഹിക മിതി. 7. താഴെ പറയുന്നവയിൽ പ്രക്ഷേപണ തന്ത്രം പ്രയോജനപ്പെടുത്താത്ത വ്യക്തിത്വ മാപന രീതി ഏതാണ്? താഴെ പറയുന്നവയിൽ പ്രക്ഷേപണ തന്ത്രം പ്രയോജനപ്പെടുത്താത്ത വ്യക്തിത്വ മാപന രീതി ഏതാണ്? വിച്ച് ഈസ് എ നോൺ പ്രൊജക്റ്റീവ് ടെക്നിക് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെന്റ്? എ. റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, ബി. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, സി. വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, ഡി. ഐസൻസ് പേഴ്സണാലിറ്റി ഇൻവെന്ററി. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഐസൻസ് പേഴ്സണാലിറ്റി ഇൻവെന്ററി. ചോദ്യം 8. ബുദ്ധി സംബന്ധിച്ച് സ്പിയർമാന്റെ ദ്വിഘടക സിദ്ധാന്തം ചിത്രീകരിച്ചിരിക്കുന്നു. ഇതിൽ ജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ സ്പിയർമാന്റെ സിദ്ധാന്തം ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഇതിൽ പലയിടത്തും എസ് എന്ന് കാണാം, ഇവിടെയൊക്കെ എസ് ഉണ്ട്, ഇതിലൊക്കെ പിന്നെ അതുപോലെ ഇവിടെ ജി ഉണ്ട്, ഇവിടെയൊക്കെ ജി കൊടുത്തത് കാണാം. എന്താണ് ജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതാണ് ചോദ്യം. ബുദ്ധി സംബന്ധിച്ച് സ്പിയർമാന്റെ ദ്വിഘടക സിദ്ധാന്തം ചിത്രീകരിച്ചിരിക്കുന്നു. ഇതിൽ ജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ബുദ്ധി സംബന്ധിച്ച് സ്പിയർമാൻ പറയുന്നത് എസ് ജി ഇങ്ങനെ 2 ഘടകങ്ങളാണ് ഉള്ളത് എന്നാണ്. അപ്പോൾ ആ ജി എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? Spearman's two-factor theory of intelligence is diagrammatically represented in the figure. What does G stands for? A. General intelligence, B. Global intelligence, C. Gender intelligence, D. Specific intelligence. Answer ഓപ്ഷൻ എ ആണ്, ജനറൽ ഇൻ്റലിജൻസ്. 9ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ പ്രാഥമിക പ്രബലകം അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ പ്രാഥമിക പ്രബലകം അല്ലാത്തത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൈമറി റീഇൻഫോഴ്സർ? എ. ഒരു കുട്ടിയെ പ്രശംസിക്കുന്നത്, പ്രൈസിങ് എ ചൈൽഡ്. ബി. ഒരു പട്ടിയെ തലോടുന്നത്, പെറ്റിംഗ് എ ഡോഗ്. സി. ഒരു ഗ്ലാസ് കുടിവെള്ളം നൽകുന്നത്, എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഡി. ഒരു മിഠായി നൽകുന്നത്, എ കാൻഡി ബാർ. ആൻസർ ഓപ്ഷൻ എ ആണ്, ഒരു കുട്ടിയെ പ്രശംസിക്കുന്നത്, പ്രൈസിംഗ് എ ചൈൽഡ്. ചോദ്യം 10. സ്വന്തം കണ്ണിലൂടെയല്ലാതെ മറ്റൊരാളുടെ കണ്ണിലൂടെ ലോകത്തെ കാണാനുള്ള കഴിവില്ലായ്മ. സ്വന്തം കണ്ണിലൂടെയല്ലാതെ മറ്റൊരാളുടെ കണ്ണിലൂടെ ലോകത്തെ കാണാനുള്ള കഴിവില്ലായ്മ. The inability to see the world through anyone else's eye except one's own. A. Conservation. B. അഹം കേന്ദ്രീകൃതം, ഈഗോസെൻട്രിസം. സി. വസ്തുസ്ഥൈര്യം, ഒബ്ജക്റ്റ് പെർമനൻസ്. ഡി.
ഇറിവേഴ്സിബിലിറ്റി. ആൻസർ ബി ആണ് അഹം കേന്ദ്രീകൃതം അഥവാ ഈഗോ സെൻട്രിസം. സ്വന്തം കണ്ണിലൂടെ അല്ലാതെ മറ്റൊരാളുടെ കണ്ണിലൂടെ ലോകത്തെ കാണാനുള്ള കഴിവില്ലായ്മ, അതിനെയാണ് ഈഗോ സെൻട്രിസം, മലയാളത്തിൽ അഹം കേന്ദ്രീകൃതം എന്ന് പറയുന്നത്. 11. ഒരു വ്യക്തിയുടെ മനോസാമൂഹ്യ വികാസം വിശദീകരിക്കുന്ന സിദ്ധാന്തം ആരുടേതാണ്? ഒരു വ്യക്തിയുടെ മനോസാമൂഹ്യ വികാസം വിശദീകരിക്കുന്ന സിദ്ധാന്തം ആരുടേതാണ്? ഹൂസ് തിയറി ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ദ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് എ പേഴ്സൺ? എ. എറിക് എറിക്സൺ, ബി. സിഗ്മണ്ട് ഫ്രോയിഡ്, സി. കോൾബർഗ്, ഡി. ഹാവിഗസ്റ്റ്. ആൻസർ ഓപ്ഷൻ എ ആണ്, എറിക് എറിക്സൺ. 12. താഴെ പറയുന്നവരിൽ സാമൂഹ്യജ്ഞാന നിർമ്മാതാവായി അറിയപ്പെടുന്നത്? താഴെ പറയുന്നവരിൽ സാമൂഹ്യജ്ഞാന നിർമ്മാതാവായി അറിയപ്പെടുന്നത്? ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ്? എ. പിയാഷെ, ബി. ബ്രൂണർ, സി. സ്കിന്നർ, ഡി. ലെവിൻ. ഈ കൂട്ടത്തിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് അഥവാ സാമൂഹ്യജ്ഞാന നിർമ്മാതാവ് ആയി അറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബ്രൂണർ. 13. ചോദ്യം. ഗാർഡനറുടെ അഭിപ്രായത്തിൽ താഴെ പറയുന്നവരിൽ ആർക്കാണ് ദൃശ്യസ്ഥലപര ബുദ്ധി കൂടുതലുള്ളത്? ഗാർഡനറുടെ അഭിപ്രായത്തിൽ താഴെ പറയുന്നവരിൽ ആർക്കാണ് ദൃശ്യസ്ഥലപര ബുദ്ധി കൂടുതലുള്ളത്? ഇൻ ഗാർഡനേഴ്സ് വ്യൂ, ഹു എമംഗ് ദ ഫോളോയിങ് പൊസസസ് മോർ വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ്? എ. അത്ലറ്റുകൾക്ക്, ബി. കലാകാരന്മാർക്ക് ആർട്ടിസ്റ്റ്, സി. മനഃശാസ്ത്രജ്ഞന്മാർക്ക് സൈക്കോളജിസ്റ്റ്, ഡി. നേതാക്കൾക്ക് ലീഡേഴ്സ്. ദൃശ്യസ്ഥലപര ബുദ്ധി കൂടുതലുള്ളത്, വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് കൂടുതലുള്ളത് ആർക്കാണ് ഈ കൂട്ടത്തിൽ? ആൻസർ ഓപ്ഷൻ ബി ആണ്, കലാകാരന്മാർക്ക്, ആർട്ടിസ്റ്റ്. 14. മനോവിശ്ലേഷണ സിദ്ധാന്ത പ്രകാരം ലഘു മാനസിക രോഗങ്ങൾക്ക് കാരണമാകുന്നത്? മനോവിശ്ലേഷണ സിദ്ധാന്ത പ്രകാരം ലഘു മാനസിക രോഗങ്ങൾക്ക് കാരണമാകുന്നത്? According to psychoanalytic theory of personality, neurotic disorders are caused by എ. തെറ്റായ പഠനം, faulty learning, ബി. പ്രതിരോധ തന്ത്രങ്ങൾ, ഡിഫൻസ് മെക്കാനിസംസ്, സി. സ്വപ്നം കാണുന്നത്, ഡ്രീമിംഗ്, ഡി. ആഗ്രഹങ്ങൾ അടിച്ചമർത്തുന്നത്, റെപ്രഷൻ ഓഫ് ഡിസയേഴ്സ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആഗ്രഹങ്ങൾ അടിച്ചമർത്തുന്നത്, റെപ്രഷൻ ഓഫ് ഡിസയേഴ്സ്. 15. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? എ. ക്ലാസിക്കൽ കണ്ടീഷനിങ്, പാവ്ലോവ്, ബി. ഓപ്പറന്റ് കണ്ടീഷനിങ്, സ്കിന്നർ, സി. ആശയ പഠനം, ബ്രൂണർ. ആശയ പഠനം എന്നതിൻ്റെ ഇംഗ്ലീഷ് കൺസെപ്റ്റ് ലേണിംഗ്, ബ്രൂണർ. നിരീക്ഷണ പഠനം, തൊണ്ടേക്ക്, ഒബ്സർവേഷൻ ലേണിംഗ്, തൊണ്ടേക്ക്. നിരീക്ഷണ പഠനം എന്നതിൻ്റെ ഇംഗ്ലീഷ് ഒബ്സർവേഷണൽ ലേണിംഗ്. അപ്പോൾ ഇതിൽ തെറ്റായ ജോഡി ഏതാണ് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, നിരീക്ഷണ പഠനം, തൊണ്ടേക്ക് അഥവാ ഒബ്സർവേഷൻ ലേണിംഗ്, തൊണ്ടേക്ക് എന്നതാണ് ഇതിൽ തെറ്റായ ജോഡി. ബാക്കിയെല്ലാം ശരിയാണ്. അപ്പോൾ അതിൽ ബാക്കിയുള്ള മൂന്നും നമ്മൾ നന്നായിട്ട് മനഃപ്പാടമാക്കി വെക്കുക. ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോവ് ആണ്, ഓപ്പറന്റ് കണ്ടീഷനിങ് സ്കിന്നർ ആണ്, ആശയപഠനം അഥവാ കൺസെപ്റ്റ് ലേണിംഗ് ബ്രൂണർ ആണ്. ചോദ്യം 16. ഗോൾമാന്റെ അഭിപ്രായത്തിൽ ജീവിത വിജയത്തിന് ഡാഷ് ബുദ്ധിക്ക് മറ്റു ബുദ്ധിരൂപങ്ങളെക്കാൾ ശക്തമായ സ്വാധീനമുണ്ട്? ഗോൾമാന്റെ അഭിപ്രായത്തിൽ ജീവിത വിജയത്തിന് ഡാഷ് ബുദ്ധിക്ക് മറ്റ് ബുദ്ധിരൂപങ്ങളെക്കാൾ ശക്തമായ സ്വാധീനമുണ്ട്. Goldman has proposed that dash intelligence
ഈസ് എ മോർ പവർഫുൾ ഇൻഫ്ലുവൻസ് ഓൺ സക്സസ് ഇൻ ലൈഫ് ദാൻ അതർ ഫോംസ് ഓഫ് ഇൻ്റലിജൻസ്? എ. വിശകലനാത്മക ബുദ്ധിക്ക് അനലൈറ്റിക്. ബി. സർഗാത്മക ബുദ്ധിക്ക് ക്രിയേറ്റീവ്. സി. വൈകാരിക ബുദ്ധിക്ക് ഇമോഷണൽ. ഡി. പ്രായോഗിക ബുദ്ധിക്ക് പ്രാക്ടിക്കൽ. ആൻസർ ഓപ്ഷൻ സി ആണ്. വൈകാരിക ബുദ്ധിക്ക്, ഇമോഷണൽ ഇൻ്റലിജൻസിന് മറ്റ് ബുദ്ധിരൂപങ്ങളെക്കാൾ ശക്തമായ സ്വാധീനമുണ്ട് ജീവിത വിജയത്തിന്. അപ്പം ജീവിത വിജയത്തിന് വൈകാരിക ബുദ്ധിക്ക് മറ്റ് ബുദ്ധിരൂപങ്ങളെക്കാൾ ശക്തമായ സ്വാധീനമുണ്ട്. സി എന്ന ഓപ്ഷനാണ് ശരി. ചോദ്യം 17. അനുക്രമ പഠന പദ്ധതി സീക്വൻഷ്യൽ കരിക്കുലം ആരുടെ സംഭാവനയാണ്? അനുക്രമ പഠന പദ്ധതി അഥവാ സീക്വൻഷ്യൽ കരിക്കുലം ആരുടെ സംഭാവനയാണ്? എ. ഓസുബൽ. ബി. സ്കിന്നർ. സി. വൈഗോഡ്സ്കി. ഡി. ബ്രൂണർ. ആൻസർ ഓപ്ഷൻ എ ആണ്, ഓസുബൽ. 18. വിവര വിശകലന സിദ്ധാന്തം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? വിവര വിശകലന സിദ്ധാന്തം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? ഹു എമംഗ് ദ ഫോളോയിങ് പ്രൊപ്പോസ്ഡ് ദ തിയറി ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്? എ. ഗാർഡ്നർ. ബി. സ്റ്റേൺബർഗ്. സി. തേഴ്സ്റ്റൺ. ഡി. സ്പിയർമാൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്റ്റേൺബർഗ്. 19. സഹവൈജ്ഞാനിക മേഖലകളെ വിലയിരുത്താൻ അനുയോജ്യമായ മാർഗം ഏതാണ്? സഹവൈജ്ഞാനിക മേഖലകളെ വിലയിരുത്താൻ അനുയോജ്യമായ മാർഗം. The method which is more suitable for assessing non-cognitive aspects. A. Absolute grading. B. Relative grading. C. മാർക്ക് സമ്പ്രദായം. ഡി. ഡയറക്റ്റ് ഗ്രേഡിംഗ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡയറക്റ്റ് ഗ്രേഡിംഗ്. 20. ഒരധ്യാപകൻ ക്ലാസ്സിൽ എപ്പോഴും ആൺകുട്ടികളുടെ പ്രതികരണങ്ങളെ പ്രശംസിക്കുകയും പെൺകുട്ടികളുടെ പ്രതികരണങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഒരധ്യാപകൻ ക്ലാസ്സിൽ എപ്പോഴും ആൺകുട്ടികളുടെ പ്രതികരണങ്ങളെ പ്രശംസിക്കുകയും പെൺകുട്ടികളുടെ പ്രതികരണങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നു. ഇത് സൂചിപ്പിക്കുന്നത് എ. ജെൻഡർ സെൻസിറ്റിവിറ്റി. ബി. ജെൻഡർ ബയാസ്. സി. ജെൻഡർ റോൾ. ഡി. ജെൻഡർ ഐഡന്റിറ്റി. ആൻസർ ഓപ്ഷൻ ബി ആണ്, ജെൻഡർ ബയാസ്. ജെൻഡർ ബയാസ് ആണ് ശരിയായ ഉത്തരം. 21. പ്രകടനപര ബുദ്ധിമാപിനി ഏറ്റവും അനുയോജ്യമായത്. പ്രകടനപര ബുദ്ധിമാപിനി ഏറ്റവും അനുയോജ്യമായത്. പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ എ. ബധിരമൂക കുട്ടികൾക്ക്, ഡെഫ് ആൻഡ് ഡം ചിൽഡ്രൻ. ബി. പിന്നോക്കക്കാരായ കുട്ടികൾക്ക്, ബാക്ക്വേർഡ് ചിൽഡ്രൻ. സി. ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്ക്, മെന്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ. ഡി. പ്രതിഭാസമ്പന്നരായ കുട്ടികൾക്ക്, ഗിഫ്റ്റഡ് ചിൽഡ്രൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്ക്, മെന്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ. 22. ഒരു കുട്ടിയുടെ സാമൂഹ്യവൽക്കരണത്തിന്റെ പ്രാഥമിക സ്രോതസ് ഏതാണ്? ഒരു കുട്ടിയുടെ സാമൂഹ്യവൽക്കരണത്തിന്റെ പ്രാഥമിക സ്രോതസ് ഏതാണ്? ദ പ്രൈമറി സോഴ്സ് ഓഫ് സോഷ്യലൈസേഷൻ ഫോർ എ ചൈൽഡ് ഈസ് എ. കുടുംബം, ഫാമിലി. ബി. അയൽപക്കം, നൈബർഹുഡ്. സി. സ്കൂൾ. ഡി. മതം അഥവാ റിലിജൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, കുടുംബം അഥവാ ഫാമിലി. 23. അപ്രത്യക്ഷമായ ഒരു അനുബന്ധന പ്രതികരണം കുറച്ച് സമയത്തിനു ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന പ്രതിഭാസം. അപ്രത്യക്ഷമായ ഒരു അനുബന്ധന പ്രതികരണം കുറച്ച് സമയത്തിനു ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന പ്രതിഭാസം. When a conditioned response briefly reappears
after it has been extinguished is called A. വിലോപം extinction. B. ഉയർന്ന തലത്തിലുള്ള അനുബന്ധനം higher order conditioning. C. പുനഃപ്രാപ്തി spontaneous recovery. D. ചോദക സാമാന്യവൽക്കരണം stimulus generalization. ആൻസർ ഓപ്ഷൻ സി ആണ്, പുനഃപ്രാപ്തി spontaneous recovery. 24. ഒരു നഴ്സറി കുട്ടിയെ നിർബന്ധിച്ച് എഴുതിക്കരുത് എന്ന് പറയാൻ കാരണം. ഒരു നഴ്സറി കുട്ടിയെ നിർബന്ധിച്ച് എഴുതിക്കരുത് എന്ന് പറയാൻ കാരണം എ നഴ്സറി കിഡ് ഈസ് നോട്ട് ടു ബി ഫോഴ്സ്ഡ് ടു റൈറ്റ് ബിക്കോസ് എ ബുദ്ധി കുറവായത് ലാക്ക് ഓഫ് ഇൻ്റലിജൻസ്. ബി സൂക്ഷ്മപേശികളുടെ പക്വതക്കുറവ് ലാക്ക് ഓഫ് മെച്യൂരിറ്റി ഓഫ് ഫൈൻ മോട്ടോർ മസിൽസ്. സി സ്ഥൂലപേശികളുടെ പക്വതക്കുറവ് ലാക്ക് ഓഫ് മെച്യൂരിറ്റി ഓഫ് ഗ്രോസ് മോട്ടോർ മസിൽസ്. ഡി താല്പര്യക്കുറവ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, സൂക്ഷ്മപേശികളുടെ പക്വതക്കുറവ് ലാക്ക് ഓഫ് മെച്യൂരിറ്റി ഓഫ് ഫൈൻ മോട്ടോർ മസിൽസ്. ബി ആണ് ശരിയായ ഓപ്ഷൻ. 25. പഠന വൈകല്യങ്ങൾക്ക് അടിസ്ഥാന കാരണമാകാവുന്ന ഘടകം ഏതാണ്? പഠന വൈകല്യങ്ങൾക്ക് അടിസ്ഥാന കാരണമാകാവുന്ന ഘടകം ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ബേസിക് കോസ് ഫോർ ലേണിംഗ് ഡിസാബിലിറ്റി? എ പാരമ്പര്യം ഹെറിഡിറ്റി. ബി സ്കൂൾ അന്തരീക്ഷം സ്കൂൾ ക്ലൈമറ്റ്. സി കുടുംബത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക നില സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ഫാമിലി. ഡി തെറ്റായ പഠന രീതി ഫോൾട്ടി ലേണിംഗ്. ഇതിൽ പഠന വൈകല്യങ്ങൾക്ക് അടിസ്ഥാന കാരണമാകാവുന്ന ഘടകം എ ആണ്, പാരമ്പര്യം അഥവാ ഹെറിഡിറ്റി. 26. ബുദ്ധി പരീക്ഷയിൽ ഡാഷിൽ താഴെ സ്കോർ ലഭിക്കുന്നവരാണ് ബുദ്ധി വൈകല്യമുള്ളവർ അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യമുള്ളവരായി നിർവചിക്കപ്പെടുന്നത്. ബുദ്ധി പരീക്ഷയിൽ ഡാഷിൽ താഴെ സ്കോർ ലഭിക്കുന്നവരാണ് ബുദ്ധി വൈകല്യമുള്ളവർ അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യമുള്ളവർ ആയി നിർവചിക്കപ്പെടുന്നത്. ഇന്റലക്ച്വൽ ഡിസാബിലിറ്റി ഓർ മെന്റൽ റിട്ടാർഡേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് സ്കോറിംഗ് ബിലോ ഡാഷ് ഓൺ ഇന്റലിജൻസ് ടെസ്റ്റ്. എ 70, ബി 120, സി 20, ഡി 100. ആൻസർ എ ആണ് 70. 70-ൽ താഴെ സ്കോർ ലഭിക്കുന്നവരാണ് ബുദ്ധി വൈകല്യമുള്ളവർ അഥവാ ബുദ്ധിമാന്ദ്യമുള്ളവരായി നിർവചിക്കപ്പെടുന്നത്. 27. വിവിധ ആശയങ്ങൾ ചേർത്ത് വെച്ച് പുതിയ രീതിയിൽ പ്രശ്നപരിഹരണം നടത്തുന്ന പ്രക്രിയക്ക് പറയാവുന്നത്. വിവിധ ആശയങ്ങൾ ചേർത്ത് വെച്ച് പുതിയ രീതിയിൽ പ്രശ്നപരിഹരണം നടത്തുന്ന പ്രക്രിയക്ക് പറയാവുന്നത് ദ പ്രോസസ് ഓഫ് സോൾവിംഗ് പ്രോബ്ലംസ് by combining ideas or behaviors in new ways. A heuristic. B സർഗാത്മകത അഥവാ ക്രിയേറ്റിവിറ്റി. സി അൽഗോരിതം. ഡി മാർഗവും ലക്ഷ്യവും വിശകലനം ചെയ്യൽ മീൻ എൻഡ് അനാലിസിസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, സർഗാത്മകത ക്രിയേറ്റിവിറ്റി. 28. താഴെ പറയുന്നവയിൽ ദ്വിതീയ സവിശേഷതക്ക് ഉദാഹരണം ഏതാണ്? താഴെ പറയുന്നവയിൽ ദ്വിതീയ സവിശേഷതക്ക് ഉദാഹരണം ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സെക്കൻഡറി ട്രൈറ്റ്? എ നേതൃഗുണം ലീഡർഷിപ്പ്. ബി ബുദ്ധിശക്തി ഇന്റലിജൻസ്. സി അക്രമാകത്വം അഗ്രസീവ്നെസ്. ഡി ഫാഷനിലുള്ള താല്പര്യം ഇൻട്രസ്റ്റ് ഇൻ ഫാഷൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഫാഷനിലുള്ള താല്പര്യം ഇൻട്രസ്റ്റ് ഇൻ ഫാഷൻ. 29. മൂല്യനിർണയത്തിൻ്റെ ലക്ഷ്യമല്ലാത്തത് ഏതാണ്? മൂല്യനിർണയത്തിൻ്റെ ലക്ഷ്യമല്ലാത്തത് ഏത്? വിച്ച് ഈസ് നോട്ട് ആൻ എയിം ഓഫ് ഇവാലുവേഷൻ. എ മുദ്രണം ചെയ്യൽ
ലാബലിംഗ്. ബി ഫീഡ്ബാക്ക് നൽകൽ, ഗിവിംഗ് ഫീഡ്ബാക്ക്. സി നിദാനവും പരിഹാര ബോധനവും, ഡയഗ്നോസിസ് ആൻഡ് റെമഡിയൽ മെഷേഴ്സ്. ഡി സ്ഥാനം നൽകൽ, പ്ലേസ്മെന്റ്. ഇതിൽ ഇവാലുവേഷന്റെ അഥവാ മൂല്യനിർണ്ണയത്തിന്റെ ലക്ഷ്യമല്ലാത്തത് ഓപ്ഷൻ എ ആണ്, മുദ്രണം ചെയ്യൽ അഥവാ ലാബലിംഗ്. 30. പല പരീക്ഷണ സന്ദർഭങ്ങളിലൂടെ ഒരു കുട്ടി സാമാന്യവൽക്കരിച്ച ഒരു ആശയത്തിൽ എത്തുന്നു. ഇത്തരം യുക്തിചിന്തയെ വിശേഷിപ്പിക്കാവുന്നത്. പല പരീക്ഷണ സന്ദർഭങ്ങളിലൂടെ ഒരു കുട്ടി സാമാന്യവൽക്കരിച്ച ഒരു ആശയത്തിലെത്തുന്നു. ഇത്തരം യുക്തിചിന്തയെ വിശേഷിപ്പിക്കാവുന്നത്. When a student draws a generalization from a number of experimental situations, this reasoning can be called a നിഗമന ചിന്ത, ഡിഡക്റ്റീവ്. ബി ആഗമ ചിന്ത, ഇൻഡക്റ്റീവ്. ബി ആഗമ നിഗമ ചിന്ത, ഇൻഡക്റ്റോ ഡിഡക്റ്റീവ്. ഡി അയുക്ത ചിന്ത, ഇല്ലോജിക്കൽ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ആഗമ ചിന്ത അഥവാ ഇൻഡക്റ്റീവ്.